എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ തന്നെ അണ്ടർ 20 പ്ലെയർ ആയിട്ടുള്ള ഒലിവറിനെ ആയിരിക്കും കാണിക്കുക. ഐക്യു ആണെങ്കിൽ അവനോട് പറയും ആ സ്റ്റാർ പ്ലെയറും ഇത്തോഷിയും അവർ തമ്മിൽ വീണ്ടും ഒരു ഫൈറ്റ് നടന്നു. ഒലിവറിന്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു സ്റ്റാർ പ്ലെയർ തന്നെയാണ്. മാത്രമല്ല ഷിത്തോ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ, പക്ഷെ അവനുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ആരും തന്നെ മാച്ച് കളിക്കില്ല എന്നാണ് പറയുന്നത്. സോ നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല, അവനെ ഒഴിവാക്കി എങ്ങനെയെങ്കിലും ഈ മാച്ച് കളിക്കണം. അത് കേൾക്കുമ്പോൾ ഇപ്പൊ സായിക്ക് വല്ലാത്തൊരു സംശയം. അവനോട് ചോദിക്കും, എനിക്കിത് കേട്ടിട്ട് അത്ര ഫെയർ ഡിസിഷൻ ആണെന്ന് തോന്നുന്നില്ല. സത്യത്തില് ഇത് യൂണിയന്റെ പ്ലാൻ ആണോ അതോ എന്റെ തലയിലുണ്ടായ മറ്റൊരു ബുദ്ധിയാണോ ഇത്? അത് കേട്ട് അവൻ ചിരിക്കും. ഒരിക്കലും ഇത് യൂണിയന്റെ അനുവാദത്തോടു കൂടെ ഉണ്ടായ ഒരു സജഷൻ അല്ല, തീർത്തും എന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സജഷനാണ്. ഇതല്ലാതെ മറ്റൊന്നും നമുക്കിപ്പോ ഓപ്ഷനായിട്ടില്ല. ആക്ച്വലി 99% നിനക്ക് ഈ മത്സരത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള എന്റെ ക്യൂരിയോസിറ്റിയും 1% ക്യാപ്റ്റൻ എന്ന രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. സോ എനിക്ക് ഈ ഒരു ഡിസിഷനിൽ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിലൂടെ നിന്നെ ശരിക്കും മെഷർ ചെയ്യാനും നിന്റെ പവറും എബിലിറ്റിയും അതെന്താണെന്ന് മനസ്സിലാക്കാനും സാധിക്കും. മാത്രമല്ല അത് നിന്റെ ഡെവലപ്മെന്റിനും കാരണമാകും. അത് കേൾക്കുമ്പോൾ ഇപ്പോൾ സായിക്കും ചെറിയൊരു മനംമാറ്റം തോന്നും. സത്യത്തില് ഇത് എൻ്റെ ഇമ്പ്രൂവ്മെന്റിന് കാരണമാകുമോ അതോ ഇവരെല്ലാവരും എന്നെ പരീക്ഷിക്കാനായിട്ട് ഇത്തരത്തിലൊരു ഗ്രൂപ്പ് പ്ലേ അത് നടത്തുന്നതായിരിക്കും ചിന്തിക്കും. വേറെ വഴിയില്ലാതെ അവനതിന് ഓക്കെ പറഞ്ഞ് അങ്ങനെ കടന്നു പോകും. പക്ഷേ അവൻ പെട്ടെന്ന് നിന്ന് ഐക്യുയെ വിളിക്കും. ആക്ച്വലി എനിക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം. നിങ്ങൾ എൻ്റെ ഒപ്പം കോമ്പീറ്റ് ചെയ്ത് മത്സരിക്കുന്നില്ല എങ്കിൽ എനിക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് എന്നേക്കുമായി ഈ ടീമിൽ നിന്ന് പോവേണ്ടി വരും. അത് കേട്ട് ഐക്യു ചിരിച്ച് ഓക്കെ ലിറ്റിൽ ജീനിയസ് എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഇപ്പൊ മാച്ച് നടക്കുന്ന ആ വലിയ സ്റ്റേഡിയം ആയിരിക്കും കാണിക്കുക. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് മത്സരം തുടങ്ങാനായിട്ട് അവശേഷിക്കുന്നത്. കൗണ്ട് ഡൗൺ അത് സ്റ്റാർട്ട് ചെയ്യും. ആ ബിൽഡിങ്ങിന്റെ ഓരോ ഭാഗത്തായിട്ട് ഇപ്പൊ ഓരോരോ കണ്ടസ്റ്റൻസ് അവർ വാശിയോടും കൂടുതൽ ഹീറോടും കൂടെ അവരുടെ ട്രെയിനിങ് ചെയ്യാണ്. കാരണം ഇതൊരു നിർണായക മത്സരമാണ്. ഓരോരുത്തരുടെയും അവരെ മാറ്റുന്നതും ഫേമസ് ആവുന്നതും അതുപോലെ തന്നെ പുതിയൊരു കരിയർ അത് ഫോം ആവുന്നതും എല്ലാം ഈ ഒരു മത്സരത്തെ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അതറിയാവുന്ന മത്സരാർത്ഥികൾ എല്ലാവരും ഇപ്പൊ ഉഷാറായിട്ട് ട്രെയിനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ആ സിറ്റി മുഴുവൻ ഇപ്പൊ ഈ മത്സരത്തെക്കുറിച്ചുള്ള ബോർഡും പോസ്റ്റേഴ്സും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ജനങ്ങളുടെ ഉള്ളിലെല്ലാം വലിയ ആകാംക്ഷ അതങ്ങനെ കൂടി വരും. ആരായിരിക്കും കപ്പ് അടിച്ചെടുക്കുക, ചാമ്പ്യന്മാരായി ആരൊക്കെ മാറുന്നൊക്കെയാണ് ഇപ്പൊ ജനങ്ങളുടെ ഉള്ളിലെയും സംസാരവും ചിന്തയും. അണ്ടർ 20 ക്യാപ്റ്റൻ ഐക്യു അവനാണെങ്കിൽ ഇപ്പോഴും ജോഗിങ് ഒക്കെ നടത്തി അങ്ങനെ ഹായ് ആയിട്ട് നടക്കുകയാണ്. അപ്പോഴായിരിക്കും ബ്ലൂ ലോക്കിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ അവൻ ഫോണിൽ കാണുക. അവൻ ആ ന്യൂസ് ഒക്കെ വായിച്ച് ഒരു സെക്കൻഡ് അവൻ ഇഷ്ടമല്ലാതെ ഒരുപാട് തവണ ഫുട്ബോൾ ക്യാപ്റ്റൻസ് അവനെ കൊണ്ട് നിർബന്ധിച്ച് കളിപ്പിച്ചതൊക്കെ ഓർക്കുകയാണ്. അതിനുശേഷം ഇപ്പോ ആ ഒരു സ്റ്റേഡിയം അവിടെ ചില ലാസ്റ്റ് മിനിറ്റ് വർക്കുകളൊക്കെ നടക്കുന്നത് കാണിക്കുകയാണ്. അതേസമയം ഇവിടെ റിന്ന് അവൻ മെഡിറ്റേഷൻ ചെയ്ത് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. അവനാണെങ്കിൽ ചെറുപ്പം മുതൽ അവന്റെ ചേട്ടനോടൊപ്പം ഫുട്ബോൾ കളിച്ചത് ഓർക്കും. അതിനുശേഷം ഇപ്പൊ അതേ ചേട്ടനുമായിട്ട് നേർക്ക് നേർ ഏറ്റുമുട്ടാൻ പോകുമ്പോൾ അവന്റെ മനസ്സിൽ ചെറിയ ഭയമൊക്കെ ഉണ്ട്. ഇത്തോഷിയും റിന്നൊക്കെ ഇവിടെ ഇത്തോഷി സായു ആണെങ്കിൽ ഇപ്പൊ ആ ഒരു ബിൽഡിങ്ങിലേക്ക് വരികയാണ്. മാത്രമല്ല കാണികള് അതങ്ങനെ പതിയെ ആ ഒരു സ്റ്റേഡിയത്തില് ഇപ്പോ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ എല്ലാ മുഖത്തും മനസ്സിലും ഒരുപാട് ആകാംക്ഷയാണ്. സായി ഇത്തോഷിയെ കാണാനാണ് പലരും അവിടെ തടിച്ചുകൂടിയത്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയുടെ പപ്പയും അമ്മയും അവർ രണ്ടുപേരും ഇപ്പോ ആകാംക്ഷയോട് കൂടെ മകന്റെ ഫുട്ബോൾ കളി കാണാനായിട്ട് അങ്ങനെ കണ്ണുമ വെട്ടാതെ കാത്തിരിക്കും. പക്ഷെ അവിടെ ചുറ്റുമുള്ളവരെല്ലാവരും അണ്ടർ 20 ടീമിനെ കുറിച്ചും സായെക്കുറിച്ചുമാണ് സംസാരിക്കുക. കളിയാണെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അണ്ടർ 20 ലൈനപ്പ് അതിപ്പോ സ്ക്രീനിൽ അങ്ങനെ തെളിഞ്ഞു വരും. ഇവിടെ ബാക്ക് റൂമിലാണെങ്കിൽ നമ്മുടെ ഹീറോയും ടീമും അവർ ഡ്രസ്സൊക്കെ മാറി കളിക്കാൻ തയ്യാറായി. ടോപ്പും തലയും ചികിരി അവൻ പറയും, എനിക്ക് ആക്ച്വലി ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇവിടം വരെ നമ്മൾ എത്തിയെന്ന്. അതിന് നാഗിൻ പറയും, ഇത് നമ്മുടെ വെറും തുടക്കം മാത്രമാണ്. അടുത്ത നിമിഷം ഈഗോ അവിടേക്ക് വന്ന് ബെഞ്ചിൽ ആരൊക്കെയാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞ് ലിസ്റ്റ് വിളിക്കും. അതിനുശേഷം നമ്മുടെ ആൾക്കാര് ഇപ്പൊ എതിർ ടീമിൽ ആരൊക്കെ കളിക്കുന്നുണ്ട് എന്ന ലിസ്റ്റ് കാണുകയാണ്. അതില് ആ മുടിയനെ കാണാനില്ല. അവരാണെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും. ഒരുപക്ഷെ അവർക്കും അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും ആ സ്ക്രീനിലേക്ക് തന്നെ നോക്കും. ഈഗോ ആണെങ്കിൽ അവരോട് തീർത്ത് പറയും, ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ മാറ്റാനുള്ള ഒരു ഗെയിമാണ്. അടുത്ത 90 മിനിറ്റ് അതാണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന സമയം. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നോ അത് നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കും. അതിന് അവരെല്ലാവരും ഓക്കെ പറഞ്ഞ് ഇപ്പോ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്. റിന്നാണെങ്കിൽ ഓപ്പോസിറ്റുള്ള ടീമിനെ കണ്ട് പതറാതെ അങ്ങനെ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ടീമിലുള്ള ചിലർക്കാണെങ്കിൽ ഓപ്പോസിറ്റ് ടീമിനെ കാണുമ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നും. അവൻ്റെ അനുജൻ സായെ കണ്ട് അവനൊരു അല്പം അത്ഭുതം തോന്നും. ഇവിടെ ഗഗമാരുവാണെങ്കിൽ ബാക്കിയുള്ളവരോട് പറയും, ഞാൻ ആദ്യമായിട്ടാണ് ഗോളിയായിട്ട് നിൽക്കുന്നത്. അത് കേട്ട് ബാക്കിയുള്ളവർ വണ്ടർ അടിക്കും. അതേസമയം ഇവിടെ ഐക്യു അവനാണെങ്കിൽ ഹീറോയോട് പറയും,
ഞങ്ങളുടെ പ്ലെയർ ആയിട്ടുള്ള ആ ഷിത്തോയി മുടിയൻ ആക്ച്വലി ഈ ഗെയിമിൽ കളിക്കുന്നില്ല. എല്ലാവരുടെയും തീരുമാനം അനുസരിച്ചാണ് അവനെ മാറ്റി നിർത്തിയത്. പക്ഷേ നിങ്ങളെ എന്ത് വില കൊടുത്തും ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഡിഫീറ്റ് ചെയ്ത് ഈ കളിയിൽ തോൽപ്പിക്കും. അത് ഞങ്ങളുടെ വാശിയാണ്. അടുത്ത നിമിഷം ഡോർ ഓപ്പൺ ആവും. നമ്മുടെ ആൾക്കാരും ഓപ്പോസിറ്റ് ടീമും എല്ലാവരും ഇപ്പൊ ഗ്രൗണ്ടിലേക്ക് നടന്നു വരികയാണ്. ആ ഗ്യാലറി മുഴുവനും ജപ്പാനിലെ ആൾക്കാർ അങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ജപ്പാനിൽ വെച്ച് ഇത്രയും വലിയൊരു മത്സരം അതാദ്യമായിട്ടാണ് നടക്കുന്നത്. മാത്രമല്ല അവരിൽ വല്ലാത്തൊരു കോൺഫിഡൻസും ഉണ്ട്. ആങ്കേഴ്സ് ആണെങ്കിൽ വാ തോരാ സംസാരിക്കുകയാണ്. രണ്ട് ടീംസും കളിക്കാനായിട്ടുണ്ടാക്കിയ ആ ഫോർമേഷൻ അതിപ്പോ സ്ക്രീനിൽ തെളിഞ്ഞു വരും. ഓരോ മത്സരാർത്ഥികളും എങ്ങനെയൊക്കെയാണ് മത്സരിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ചെറിയ ചിത്രം അതെല്ലാവർക്കുമായി കൊടുക്കും. എല്ലാ കണ്ണുകളും അത് സായിയുടെ നേർക്കാണ്. അവരെല്ലാവരും സായിയുടെ ഗെയിം അത് ആസ്വദിക്കാനും അവന്റെ പെർഫോമൻസ് അത് എപ്രകാരമാണെന്നോ അറിയാനുമാണ് കാത്തു നിൽക്കുന്നത്. ഹീറോയ്ക്കാണെങ്കിൽ അത്രയും പേരെ കാണുമ്പോഴും അവരുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോഴും ഒരുപാട് പേടി തോന്നും. റിന്നാണെങ്കിൽ ഇപ്പൊ ഹീറോയെ തട്ടിത്തെറിപ്പിക്കും. നീ ഇത്ര വേഗം പേടിച്ചു പോയോ? ഗെയിം അത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയും. അതിന് ഹീറോ ആണെങ്കിൽ ഇപ്പൊ അടിച്ചു പറയും, ഉറപ്പായാലും ഞാനിതിൽ ജയിക്കും. എനിക്കിപ്പോഴാണ് കൂടുതൽ ആവേശവും കോമ്പറ്റീറ്റീവ് സ്പിരിറ്റൊക്കെ വന്നെന്ന് പറഞ്ഞ് അവനും കളിക്കളത്തിലേക്ക് ഓടും. ഹീറോയും റിന്നും നാഗയും അവർ 3 പേരുമാണ് പ്രധാനപ്പെട്ട പ്ലെയേഴ്സ്. എല്ലാവരും ഫോക്കസ് ചെയ്യുന്നതും അവരെയാണ്. ഇസുക്കിക്ക് നന്നായിട്ട് അറിയാം അവർ 3 പേരും ചേർന്ന് ഒരു ഫോർമേഷൻ അത് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഓപ്പർച്യൂണിറ്റി അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂ. മാത്രമല്ല അവസാനമായിട്ട് ഈഗോ പറഞ്ഞു കൊടുത്ത സ്ട്രാറ്റജീസ് അതൊന്നായിട്ട് അവൻ ആലോചിക്കും. ഹീറോ ആണെങ്കിൽ ഇപ്പൊ ചുറ്റും നോക്കും. ഓപ്പോസിറ്റ് ടീം അവരുടനെ ടീം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ അവരൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഡിസ്ട്രാക്ട് ചെയ്ത് ഗോൾ അടിക്കണമെന്ന് പറഞ്ഞ് ബാച്ചറോയ്ക്ക് ബോൾ പാസ് ചെയ്യും. അവനാണെങ്കിൽ ബോളുമായിട്ട് കുതിക്കും. പക്ഷെ അവനാണെങ്കിൽ തിരികെ ആ ബോൾ പാസ് ചെയ്യാൻ ഇപ്പൊ ഓപ്പണിങ്സിൽ ആരും തന്നെ ഇല്ല. ബാച്ചറോയ്ക്ക് ക്രോസ് കൊടുക്കാൻ കഴിയാതെ അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ഹീറോ ഇസുക്കി അവൻ അവിടേക്ക് ചാടി വീഴുക. രണ്ടുപേരുടെ ഇടയിൽ അവരറിയാതെ തന്നെ ഇപ്പൊ ഒരു ബോണ്ട് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇപ്പൊ ആ പാസ് കറക്റ്റ് ആയിട്ട് ഇസുക്കിക്ക് കിട്ടുകയാണെങ്കിൽ അവരുടെ കളി അത് കുറച്ചുകൂടെ നല്ല ടൈറ്റായി മാറും. ഹീറോ ആണെങ്കിൽ ആ ബോൾ എടുക്കാൻ അങ്ങനെ ചാടി വീഴും. പക്ഷെ അപ്പോഴേക്കും പാമ്പിനെ പോലെ ആ ഐക്യു അവനങ്ങനെ ചാടി വന്ന് ആ ബോള് അതാർക്കും കിട്ടാതിരിക്കാൻ ലൈനിനപ്പുറത്തേക്ക് ചവിട്ട് തെറിപ്പിക്കും. ഹീറോയ്ക്ക് മനസ്സിലാവും അവനും ഒരു റിഫ്ലെക്സീവ് എബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ക്വിക്കായിട്ട് എന്റെ മൂവ്മെന്റ് മനസ്സിലാക്കി അവൻ ഹെഡ് ചെയ്ത് അത് നശിപ്പിച്ചു കളഞ്ഞത്. ഇവൻ ജപ്പാൻ I-20 ഒരു ക്യാപ്റ്റനും ഒരു കീ ഡിഫൻഡറുമായി മാറിയത്. ഇവിടെ ഐക്യു ആണെങ്കിൽ നമ്മുടെ ഹീറോയോട് പറയും, നിനക്കൊരു കാര്യം അറിയോ? ആളുകൾ ഫുട്ബോളിലെ സ്ട്രൈക്കേഴ്സിനെ കള്ളന്മാരായിട്ടും ഡിഫൻഡേഴ്സിനെ പോലീസുകാരായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കളിക്കളത്തിലുള്ളിടത്തോളം കാലം നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. ഉടനെ ഐക്യയുടെ പേര് വിളിച്ച് എല്ലാവരും ചേരുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർ ഒരുപാട് നേരം പ്ലാൻ ചെയ്ത് കഷ്ടപ്പെട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് അത് ഞൊടിയടയിൽ മനസ്സിലാക്കി അവർ നശിപ്പിച്ചു. അണ്ടർ-20 ടീമിൽ ഇത്രയും പവർഫുൾ ആയ ഒരാളുണ്ടെന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ എനിക്കിവനെ ഇഷ്ടമായി. എന്റെ ഫ്ലോ പവറിലേക്ക് എത്തിച്ചേരാൻ എന്നെ സഹായിക്കുന്നത് ഒരു പക്ഷേ അതിവൻ തന്നെ ആയിരിക്കാം. ഉടനെ നമ്മുടെ ഹീറോ അവൻ ഐക്യു നോക്കി, ഓക്കെ ബോസ്, നമുക്കിനി ശരിക്കും കള്ളനും പോലീസും കളിക്കാം എന്ന് പറഞ്ഞ് അവനെ വെല്ലുവിളിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.